നിങ്ങളിത് കേട്ടേ പറ്റൂ, നിങ്ങളിത് കേൾക്കണം അല്ലെ. നിങ്ങളുടെ അവകാശത്തിന്, സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടിയും സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയും ഘോരം പ്രസംഗിക്കുന്ന കാപ്പാട്ട സ്ത്രീപക്ഷവാദികൾ ഇത് കേൾക്കണം. ഈ കേരള സംസ്ഥാനം രൂപം കൊണ്ടിട്ട് ഏകദേശം 70 വർഷത്തോളം കാലമായി. നിങ്ങൾ എന്തേ ചിന്തിക്കാത്ത? നിങ്ങളിൽ ഒരാൾ ഇവിടെ മുഖ്യമന്ത്രിയായിട്ട് ഇതുവരെ വന്നോ? 1956 രൂപം കൊണ്ട കേരള സംസ്ഥാനത്തിൽ ഇന്ന് വരെ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. അത് പോകട്ടെ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയെങ്കിലും മുകളിൽ തലപ്പത്ത് ഒരു വനിത വന്നു. എന്ത് ഇതൊന്നും നിങ്ങളുടെ അവകാശങ്ങളിൽ പെടുന്നില്ലേ? നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ഇവിടെ പരിധി കൽപ്പിക്കുന്നുണ്ടാ? നമ്മൾ റോഷൻ ആൻഡ്രൂസിന്റെ ഹൗ ഓൾഡ് ആർ യു എന്ന സിനിമയിൽ പറഞ്ഞ കണക്കെ നിങ്ങളുടെ സ്വപ്നങ്ങൾക്കാരെങ്കിലും ഇവിടെ പരിധി കൽപ്പിക്കുന്നുണ്ടാ? ഹൂ ഈസ് നെക്സ്റ്റ് എന്നാണ് ആ സിനിമ അവസാനിക്കുന്നത്. ഞാനും ചോദിക്കുക, ഹൂ ഈസ് നെക്സ്റ്റ്? എനിക്ക് കാണണം അല്ലെ കേരളത്തിലൊരു വനിതാ മുഖ്യമന്ത്രി. ഈ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വനിതാ മുഖ്യമന്ത്രിമാർക്ക് പ്രിഫറൻസ് കൊടുത്തു. ഇവിടെ കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ഇല്ല ഇതുവരെ. ഒരു മന്ത്രിസ്ഥാനത്തിന് തന്നെ കൈയും കാലം പിടിക്കേണ്ട സാഹചര്യമല്ലേ? എൻ്റെ പ്രിയപ്പെട്ട സ്ത്രീപക്ഷവാദികളെ, നിങ്ങൾ അല്ലെ, ഇത് പുരുഷാധിപത്യമല്ല ഇതിൻ്റെ കാരണം ഒരു കാരണവശാലും പുരുഷാധിപത്യമല്ല. ഇത് നിങ്ങളുടെ അവകാശങ്ങൾ, നിങ്ങൾക്കിത് മുന്നോട്ട് വരാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പറ്റുന്നില്ല. നിങ്ങൾ നോക്കിയ സമസ്ത പോലുള്ള സാമൂഹിക പ്രസ്ഥാനത്തിൽ എന്ത് വിപ്ലവകരമായ മാറ്റമാണ് അവരുണ്ടാക്കിയത്. അവരുടെ 100ാം വാർഷികം നടന്നുകൊടുക്കുക. ആ വേദിയിലേക്ക്, അതിൻ്റെ സെമിനാറിലേക്കൊക്കെ വനിതകൾക്ക് പ്രവേശനം കൊടുത്തു. സൗദി അറേബ്യ പോലുള്ള രാജ്യം സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവിടെയുള്ള നിയമങ്ങളിലൊക്കെ മാറ്റം വരുത്തുന്നു. ഇവിടെ മാറ്റം വരാത്തത് രാഷ്ട്രീയ പാർട്ടികൾക്കാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയെങ്കിലും ഒരു സ്ത്രീയെ മുഖ്യമന്ത്രിയായി എടുത്തു കാണിക്കൂ? ഇല്ല. അടുത്ത തെരഞ്ഞെടുപ്പ് വരിക, ആരാകണം? VD സതീശനാകണോ? പിണറായി വിജയനാകണോ? KC വേണുഗോപാലാകണോ? K സുധാകരനാകണോ എന്ന് മാത്രമാണ് ഇവിടുത്തെ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്നത്. ഒരു വനിതയുടെ പേര് എവിടെയെങ്കിലും കാണുന്നുണ്ടോ നിങ്ങൾ? ഇല്ല. പുരുഷാധിപത്യമല്ല. നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ സ്ഥാനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹം ഉന്നയിക്കുന്നില്ല. ഒരു വനിത പോലും മുകളിലേക്ക് കയറി വരുന്നില്ല. ലജ്ജിക്കുക.